വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുക്കുക. ചെയിൻ എടുത്തതിന് ശേഷം ഇവിടെ ഇന്നത്തെ നമ്മുടെ എക്സ്പയറി എന്ന് പറയുന്നത് ഇന്ന് 15th ആണ്, നമ്മളുടെ എക്സ്പയറി 17th ആണ്. സോ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേയിൽ എപ്പോഴും നമ്മൾ നെക്സ്റ്റ് എക്സ്പയറിയാണ് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എടുക്കേണ്ടത്. അതായത് എക്സ്പയറി ഡേയിൽ, അതായത് 17th ജനുവരിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ 25th ജനുവരിയുടെ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നിഫ്റ്റി ആണെങ്കിലും അതിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുക്കുമ്പോൾ ഇന്നിപ്പം 18th ആണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ നമുക്ക് 17th വരെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാം. സെയിം ഡേയിൽ 18th അന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ 25th അന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ നമ്മളിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ബേസിക്കലി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പം മാർക്കറ്റ് 148 പോയിൻറ്റ് 131 പോയിൻറ്റ് ഓണാക്കി അപ്പം ഇതിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ബാക്ക് ടു ദ ഓപ്ഷൻ ചാർട്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് നോക്കുക. അതായത് 47,850 ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൾ ആകുമ്പോഴത്തേനും 47,100 890 രൂപയാണ്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ കിടക്കുന്ന 1 ലക്ഷം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 47,200 കോളാണ്. 47,200 47,200 700 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് അങ്ങോട്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ പ്രീമിയം എത്രയാണ്, മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ബൈ ഡെപ്ത് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഇത് ഏഞ്ചൽ ലോൺ ആൻഡ് കംപ്ലൈൻ്റ് ആണ് തോന്നുന്നു, വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോഴത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 807, 809, 806, 804, 786. ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഒരു 2 രൂപയിൽ കൂടുതലാകാൻ പാടില്ല. 796, 93 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് അത് വേണ്ട. നമുക്ക് വേണ്ടത് ഒരു 47 മതി. 47,400 മതി. 47,400 നോക്കുമ്പോൾ അതിൻ്റെ സ്പ്രെഡ് 827, 31, 34, 33. ഓക്കെ 33. ഓക്കെ, അതിനകത്ത് 2 രൂപ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വേണ്ടത് 47,400 സി. ഓക്കെ, ഇനി നമുക്കൊരു സിമിലർലി ഒരു പുട്ട് ഓപ്ഷൻ കൂടെ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് 1,00,000 ഇവിടെയുണ്ട്. 48,200 ഉണ്ട്, 48,300 ഉണ്ട്. സോ ഇവിടെ 1,11,000 ഉണ്ട്, 48,500, 630. സോ ഇതിൻ്റെ പ്രീമിയം നോക്കാം. 628 30. ഓക്കെ, ഇത് ഏകദേശം 2 രൂപ 1.5 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 48,500 പി അതുകൂടെ ആഡ് ചെയ്യുന്നു. 500 പി. സോ നമുക്ക് 2 സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് ഈ 2 സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഇതിപ്പോൾ മാർക്കറ്റ് ഹയർ ഇതിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടേഴ്സ്. ഇവിടെ ഒരു പുൾ ബാക്ക് ഏരിയ ഉണ്ടായിരുന്നു. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇതൊരു നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ആണ് 1 മിനിറ്റ് സ്ട്രക്ചറിൽ. സോ ഇവിടെ വന്ന് നോക്കുമ്പോൾ വലിയ പുൾ ബാക്ക് എന്തെങ്കിലും റിജക്ഷൻ ഏരിയ ഉണ്ടോ നമ്മൾ നോക്കുന്നു 1 hour ചാർട്ടിൽ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഈ 1 hour സ്ട്രക്ചറിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ ഇത് ക്രോസ് ചെയ്ത് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്ക് ബൈങ്ങിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ വൈസ് നമ്മൾ ജസ്റ്റ് ഓടിച്ചിട്ട് നോക്കുമ്പോൾ. ഇനി നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ എടുക്കുന്നു. 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ മാർക്കറ്റിൽ ഇവിടെ എക്സാക്ട്ലി ആ പോയിന്റിൽ വന്നിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതൊരു പുൾ ബാക്കാണ്. അതിന് മുകളിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വേണം. സോ ഇവിടെ പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. സോ ഇവിടെ 48,500ൻ്റെ PE. സോ ആദ്യം നമുക്ക് CE എഴുതാം. കോളിൻ്റെ പ്രീമിയം എത്ര, 653. PEയുടെ 608. ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ കറണ്ട് ലെവൽ. സോ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഇതാണ് നമ്മളുടെ കറണ്ട് പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും പ്രീമിയത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചറൽ ലൈൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ 608, 653.
ഇനി മാർക്കറ്റ് സബ്സ്റ്റാൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്ത് കയറി വരണം. ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഡിഫറൻസ് നമുക്കറിയണം എത്രയാണെന്നുള്ളത്. ഇവിടെ പുട്ട് ഓപ്ഷൻ CE 663 സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനൊരു ചെറിയൊരു പൊടിക്കൈ പറഞ്ഞു തരാം. കൺട്രോൾ പ്രസ് ചെയ്ത് ആദ്യം കൺട്രോൾ പ്രസ് ചെയ്യുക, അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ ഓപ്പൺ ആവും. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു കോപ്പി ക്ലോൺ ചെയ്ത് കിട്ടും. സോ ഇവിടെ CE എത്ര ഉണ്ട്? 664, PE 599, പുട്ട് ഓപ്ഷൻ 599. സോ നമ്മളിവിടെ ഇതാണ് നമ്മളുടെ കറണ്ട് പൊസിഷൻ. സോ ഇവിടെ നിന്ന് നമ്മൾ മാർക്കറ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എത്ര പോയിന്റ് ഇൻക്രീസ് ചെയ്ത്? ഈ 30 പോയിന്റിൻ്റെ ഡിഫറൻസ് മാർക്കറ്റ് വന്നു ഇവിടെ മാർക്കറ്റ് വരുമ്പോഴത്തേനും. സോ 53 എന്ന് കോൾ ഓപ്ഷൻ 30 പോയിന്റ് ഡിഫറൻസ് വരുന്നത് 653 എന്ന് 664 10 പോയിന്റിൻ്റെ ഇൻക്രീസും 608 എന്ന് 599 വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ 10 പോയിന്റിൻ്റെ ഇൻക്രീസാണ് വന്നിട്ടുള്ളത്. രണ്ടും പ്രീമിയം വലിയ ഡിഫറൻസ് ഇല്ലാതെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വന്നു അടുത്ത മാർക്കറ്റ് വീണ്ടും കയറി പോവാണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നു എത്ര വന്നു? 696, 696 പുട്ട് ഓപ്ഷൻ്റെ 575 ഇതാണ് ഇവിടെ വന്നപ്പോഴാണ് അത്ര വന്നിരിക്കുന്നത്. സോ ഇവിടെ എത്ര പോയിന്റിൻ്റെ ഡിഫറൻസ് വന്നു? ഇവിടെ 70 പോയിന്റിൻ്റെ ഡിഫറൻസ് വന്നപ്പോഴത്തേനും 50, 20, 70, 19, 36 പോയിന്റിൻ്റെ ഡിഫറൻസ് വന്നു അല്ലേ? പുട്ട് ഓപ്ഷൻ അതിൽ കൂടുതൽ 600, 570, 25 രൂപയും 25, 30 രൂപയുടെ ഡിഫറൻസ് വന്നു. അപ്പം കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സിമിലർലി പ്രൈസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു ഡിസ്പാരിറ്റി വരും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ഏത് സൈഡിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത് അല്ലെങ്കിൽ അത് ഹെഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയയും കൂടെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സഡൻലി പെട്ടെന്ന് ഒന്ന് ഫോളോ ചെയ്യുമ്പോഴത്തേനും ഇതിനകത്തൊരു പ്രശ്നം കാണിക്കാൻ തുടങ്ങും, ഒരു പ്രൈസിങ് ഡിസ്പ്യൂട്ട് വരും. അപ്പോൾ അതിലാണ് നമ്മൾ നോക്കുന്നത് ഏത് സൈഡിലേക്ക് നമുക്ക് കൂടുതൽ പ്രീമിയം അപ്രീസിയേഷൻ ഏത് സൈഡിലേക്കാണ് വരുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മൾ കുറേ നേരം നോക്കും. അതുപോലെ തന്നെ പൊസിഷൻ എടുത്തതിന് ശേഷം ഈ ഒരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം എപ്പോഴും വാച്ച് ചെയ്യണമെന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകുക. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേനും ഇപ്പോൾ 500 ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ 593 അത് 675 സോ ഇവിടെ നോക്കിയേ ഇവിടെ വന്നു ഇപ്പോൾ 664. സോ ഇനി തിരിച്ച് ഈ മാർക്കറ്റ് ഇവിടെ വരുമ്പം ആദ്യം പോയപ്പോൾ 664 അതിൽ കൂടുതൽ പ്രീമിയത്തിലാണ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രീമിയം അപ്രിസിയേഷൻ ഓൺ ദ സൈഡ് ഓഫ് കോൾ ഓപ്ഷൻ. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഇത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ വരുമ്പം മാർക്കറ്റ് താഴെ ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ഒരു 599 ആണെങ്കിൽ ദാറ്റ് മീൻസ് പുട്ട് ഓപ്ഷൻ ഫേവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷണൽ ബയാസ് അങ്ങനെയാണെന്നാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മുടെ ഓപ്ഷൻസിൻ്റെ പ്രീമിയം വീണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വരും, മാർക്കറ്റ് ഇവിടെ വന്നു. സോ എത്രയുണ്ട്? 500, 711, 572. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ 572. ഓക്കെ, ഇവിടെ നമ്മളിനി മെഷർ ചെയ്ത് നോക്കുകയാണ്. 599 എന്ന പുട്ട് ഓപ്ഷൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും 100 പോയിന്റ് കയറിയപ്പോഴത്തേനും 572 പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം എത്ര കുറഞ്ഞു? അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേനും കോൾ ഓപ്ഷന് 90 പോയിന്റ് വന്നു കഴിയുമ്പോഴത്തേനും 660 കൂട്ടിക്കുക. 660, 30, 660, 40, 700, 711, 51 പോയിന്റ് 55 പോയിന്റോളം ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പം പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം ഏത് സൈഡിലേക്കാണ് ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ലിറ്റിൽ സീക്രട്ട് പ്ലേ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ മനസ്സിലാവും ഒരു ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിനകത്തൊരു ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വാച്ച് ചെയ്ത് പോകുമ്പോഴത്തേനും മാർക്കറ്റ് വീണ്ടും ഈ സൈഡിലേക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റി സ്ട്രോങ് ആകുവാണെങ്കിൽ ഈ മാർക്കറ്റ് താഴേക്ക് ഇവിടെ വരുമ്പോൾ ഈ സെയിം സ്ഥലത്ത് വരുമ്പോൾ ഏത് സൈഡിലേക്കാണ് ഓപ്ഷൻസിൻ്റെ പ്രീമിയം വരുന്നത് നോക്കുക. സോ ഇത് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ നമ്മൾ എങ്ങനെയാണ് പ്രീമിയം ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി പ്രീമിയത്തിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതലധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് പ്രീമിയം എങ്ങനെയാണ്, അതിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമുക്ക് ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് നൗ ഒരു നാസ്ഡാക്കിൽ ഒരു ലൈവ് ട്രേഡ് എടുത്തു. അത് ടാർഗറ്റ് ഹിറ്റായി.
അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടി ഇരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് കംപ്ലീറ്റ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഇതിൻ്റെ ട്രേഡിൻ്റെ ബിഗിനിങ് ഓഫ് ദ ട്രേഡ് ഇവിടെ തൊട്ട് എടുത്തതിന് ശേഷം ഞാൻ ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നാസാക്കിലെ ട്രേഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രേഡ് ആൻഡ് ത്രില്ലിംഗ് ട്രേഡ്. ആദ്യം പറഞ്ഞു എടുത്തു, അത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, അത് എക്സിറ്റ് ചെയ്തു. രണ്ടാമത്തെ ട്രേഡിൽ ഡീസൻറ്റ് ടാർഗറ്റ് കിട്ടി. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ ഡീകോഡിംഗ് മാർക്കറ്റ് 12 ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. നൗ വാട്ട് ഈസ് ഓൾ അബൌട്ട് പ്രീമിയം? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രീമിയം ആക്ടിവിറ്റി ഡീറ്റെയിലിങ്ങിനെ പറ്റിയാണ് നമ്മൾ എന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ കൂട്ടത്തിൽ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ 1-2 ട്രേഡിൻ്റെ ലോജിക്കും കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മൈന്യൂട്ട് ഡീറ്റെയിൽ ഇന്ന് നടന്നാക്കുന്ന ട്രേഡ് ഇന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആയ ട്രേഡിൻ്റെ ലോജിക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നൗ പ്രീമിയം ആക്ടിവിറ്റി ഡീറ്റെയിലിംഗ്. സോ വാട്ട് ഈസ് എ പ്രീമിയം ആക്ടിവിറ്റി ഡീറ്റെയിലിംഗ്? പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ ഇത് ഇച്ചിരി ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ലെക്ചറാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. പ്രീമിയം എന്താണെന്നോ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങൾ എന്താണെന്നോ സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്നോ അറിയത്തില്ലാത്തവരെ സംബന്ധിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഡീകോഡിംഗ് സീരീസ് ഇസ് എ ടൈപ്പ് ഓഫ് എൻട്രി ഫോർമേഷൻ, ടാർഗറ്റ് ഫൈൻഡിങ് ആൻഡ് എക്സിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റ്, റൈഡിംഗ് ദ ട്രേഡ്, ഇതിനെപ്പറ്റി എല്ലാം ഡിസ്കസ് ചെയ്യുന്ന വരുന്ന ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ലെക്ചറാണ് ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് 1 തൊട്ട് ഇവിടെ തൊട്ട് ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് 1, 2, 3, 4, 5, 6, 7, 11. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലെക്ചേഴ്സാണ് കൂടുതലും വന്നിരിക്കുന്നത്. സോ ഓൾറെഡി ഇതിനെപ്പറ്റി പരിചയപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ലെക്ചർ വാല്യൂബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലെക്ചർ കാണാതെ ആദ്യത്തെ ലെക്ചർ തൊട്ട് തന്നെ കംപ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന 121 വീഡിയോസ് ഉണ്ട്, അത് മുഴുവനും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിവേ, നൗ വാട്ട് അബൌട്ട് പ്രീമിയം ആക്ടിവിറ്റി ഡീറ്റെയിലിംഗ്? സോ പ്രീമിയം ആക്ടിവിറ്റി ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് മാർക്കറ്റ് ഒരു കൺസിസ്റ്റന്റ് അപ്പ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റ് ഇവിടെ വന്നു ഇപ്പോൾ 47,500 സപ്പോസ് മാർക്കറ്റ് നിൽക്കുന്നത് 47,000 ആണെന്ന് വിചാരിക്കാം. 47,500 എന്ന് പറയുന്നത് നമ്മുടെ കോൾ സൈഡ് ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 47,500 സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ 700 രൂപയാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ജനറൽ ബിഹേവിയർ വെച്ചിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, പിന്നെയും താഴോട്ട് കറക്ഷണൽ മൂവ് വന്നു, പിന്നെയും മുകളിലിടും, പിന്നെയും താഴോട്ട് കറക്ഷണൽ മൂവ് വന്നു, താഴോട്ട് വന്നു. സോ ദർ ഇസ് എ ടൈം ഡീകേ ആൻഡ് എ പ്രീമിയം ഡീകേ വിൽ ബി ഹാപ്പനിങ് ഇൻ ദിസ് ആക്ടിവിറ്റി ബിക്കോസ് കൺസിസ്റ്റന്റ് അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് വിത്ത് മൊമെന്റം ഒരു പ്രൈസ് ജേർണി നടക്കുന്നില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 700 രൂപയ്ക്ക് നമ്മൾ ഇവിടെ ഈ മാർക്കറ്റ് ഇവിടെ ആയിരുന്നപ്പോൾ നമ്മൾ 700 രൂപ സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ മേടിച്ചു. ഇവിടെ ആയിരുന്നപ്പോൾ 700 രൂപയ്ക്ക് നമ്മളിവിടെ മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും 50 പോയിന്റ് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു 735 ആയി എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് വന്നു കഴിഞ്ഞപ്പോൾ 735 ആയി. അതിനുശേഷം പെട്ടെന്ന് ഇവിടെ താഴെ വന്നു കഴിയുമ്പോഴത്തേനും 700-ന് അടുത്ത 600 ഇവിടെ വന്നപ്പോൾ നമ്മൾ 700 ആയിരുന്നു. അപ്പോൾ 725 710 ആയെന്ന് വിചാരിക്കും. ഇവിടെ വരുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ പ്രൈസ് മൊമെന്റം കയറി വന്നു. 735 എന്നുള്ളത് ഇവിടെ വരുമ്പോഴത്തേനും 745 ആയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് പ്രൈസ് താഴേക്ക് വരുന്നു. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ 700-നാണ് ഇവിടെ നിന്ന് മേടിച്ചിരിക്കുന്നത്. ഈ ലെവലിൽ മാർക്കറ്റ് വരുമ്പോൾ 700-നാണ് മേടിച്ചിരിക്കുന്നത്. പക്ഷേ പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും 685-ലൊക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഒരു 15 പോയിന്റ് അവിടെ പെടും. ബിക്കോസ് അതിൻ്റെ ട്രെൻഡിങ് ഡൗൺ ആണ്. സോ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ഓൺ എ അപ്പ് സൈഡ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറാസ് ഇറ്റ് ഇസ് നോട്ട് മേക്കിംഗ് എ കൺസിസ്റ്റൻ്റ് അപ്പ് ട്രെൻഡ്. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് അപ്പ് ട്രെൻഡിലേക്ക് ഇങ്ങനെ മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നില്ല. വേറാസ് നമുക്കിവിടെ ട്രെൻഡിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ഫേസിൽ കൂടെ, എന്നാൽ അത് കൺസോളിഡേഷൻ അല്ലതാനും. അങ്ങനെയാണെങ്കിൽ പോലും ഈ മൊമെന്റം ഡീകേ വിൽ ബി ഹാപ്പനിങ് ഹിയർ. സോ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൊമെന്റം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് അപ്പ് സൈസ് ചെയ്യണം, ഡൗൺ സൈസ് ചെയ്യണം. സോ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് അപ്പ് സൈസ് ചെയ്യണം, കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നമ്മൾ ഡൗൺ സൈസ് ചെയ്യണം. അതായത് 47,500 എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ 47,400 സ്ട്രൈക്ക് പ്രൈസിലോട്ട് പോകണം. ഇവിടെ ആകുമ്പോഴത്തേനും 47,900 എന്നുള്ളത് 49,000 സ്ട്രൈക്ക് പ്രൈസിലേക്ക് പോകണം. സോ ഈ 100 പോയിന്റ് എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇവിടെ അത് കുറയ്ക്കണോ കൂട്ടണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഈ ഒരു ലെഗിലുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 100 പോയിന്റോളം അടുത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ മൊമെൻറ്റം ആക്ടിവിറ്റിക്ക്, ബിക്കോസ് ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ മൊമെൻറ്റം ആക്ടിവിറ്റിക്കകത്ത് അത് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര അതാണ് ഹൈയിലേക്കാണ് അത് വന്നിരിക്കുന്നത്, ആ ഒരു ഡിഫറൻസ് നമ്മൾ ഡൗൺ സൈസ് ചെയ്യണം സ്ട്രൈക്ക് പ്രൈസ്. ഇമീഡിയറ്റ്ലി നമ്മൾ കുറച്ച് നേരം ട്രേഡ് ചെയ്തതിന് ശേഷം ഡൗൺ സൈസ് ചെയ്യും. സോ വെൻ യു സെലക്ട് എ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് എ പ്രീമിയം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡീപ്പ് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഡീപ്പ് ഇൻ ദ മണി എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് നാച്ചുറലി വളരെ കൂടുതലാണ്. 700 രൂപ എന്ന് പറയുമ്പോഴത്തേനും ഒരു ലോട്ട് സൈസിന് വളരെ കൂടുതലാണ്. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന്
50 പോയിന്റ് ഇവിടം വരെ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 പോയിന്റ് കയറുമ്പോൾ ഈ ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻസ് അതിനനുസരിച്ച് ഇവിടെ എത്ര പോയിന്റ് ഡിഫറൻസ് വരുന്നതെന്ന് നോക്കുക. 50 പോയിന്റ് കയറുമ്പം ഇവിടെ ഏകദേശം പ്രീമിയം വരുന്നത് 738 സംതിങ് ആണെങ്കിൽ മീൻസ് ഈ ഡീപ്പ് ഇൻ ദ മണി നമ്മൾ ഓരോ പോയിന്റ് കയറും അല്ലെങ്കിൽ 2 പോയിന്റ് കയറുമ്പം ഒരു പോയിന്റെങ്കിലും ഓപ്ഷൻസിന്റെ പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യമേ നോക്കി ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് ആസ് എ മൊമെന്റം. സോ നമ്മളിവിടെ നോക്കേണ്ടത് യു ഡോണ്ട് ലുക്ക് അറ്റ് ദ പ്രീമിയം ഓർ ദ പ്രൈസിങ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് യു കൺസിഡർ ദിസ് ആസ് എ നമ്പർ. നമ്മളിത് വില കൂടുതലാണല്ലോ വില കുറവാണല്ലോ, ദിസ് നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ബിക്കോസ് when your entry is correct and when your entry is proper, what is happening? You will have a momentum. So when there is a momentum, ഈ 700 എന്നുള്ളത് പെട്ടെന്ന് 725 ആയിക്കോളും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് മാർക്കറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് ആ ഡീപ്പ് ഇൻ ദ മണി പർട്ടിക്കുലർ ഓപ്ഷൻസ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളതും ഡീപ്പ് ഇൻ ദ മണി അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് വാച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. സിമിലർലി ഇൻ ദ കേസ് ഓഫ് പുട്ട് ഓപ്ഷൻസ്. സോ മാർക്കറ്റ് ഓൺ എ കൺസോളിഡേഷൻ ഫേസിൽ വരുവാണെങ്കിൽ യു വിൽ അപ്സൈസ് ദ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ഓൺ എ കൺസോളിഡേഷൻ ഫേസ് യു വിൽ ഡൗൺ സൈസ് ദ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കേണ്ട കാര്യമില്ല, വേറെ നമ്മൾ ആ നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസിലേക്ക് പോയാൽ മതി. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഡൗൺ സൈസ് ചെയ്യുമ്പം ജസ്റ്റ് അതിൻ്റെ മാർക്കറ്റ് ബൈ ഡെപ്ത്, മാർക്കറ്റ് ബൈ MBP, മാർക്കറ്റ് ബൈ പ്രൈസ് ഓർ മാർക്കറ്റ് ബൈ ഡെപ്ത് എന്ന് പറയാം. അപ്പം ഈ മാർക്കറ്റ് ബൈ പ്രൈസ് നമ്മുടെ ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ഇവിടെ 700-ഉം 701.5 ഇവിടെ കിടക്കുന്നതെന്ന് വിചാരിച്ചു, 701.5. സോ 1.5 രൂപ ഡിഫറൻസേ ഉള്ളൂ ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ദിസ് ഈസ് എ ഗുഡ് സ്ട്രൈക്ക് പ്രൈസ് ടു സെലക്ട് ഓൺ. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇതിനകത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് 5 രൂപ 10 രൂപ ആയിരിക്കരുത്. ബിക്കോസ് വെൻ യു പ്ലേസ് എ മാർക്കറ്റ് ഓർഡർ വാട്ട് ഹാപ്പൻസ്, ദിസ് ഡിഫറൻസ് ഈസ് യുവർ ലോസ്. അതാണ് അതിനകത്തെ പ്രശ്നം. അപ്പം സ്പ്രെഡ് തമ്മിലുള്ള ഡിഫറൻസ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. സോ പ്രീമിയം ആക്ടിവിറ്റി ഡീറ്റെയിലിങ്ങിനകത്ത് വാട്ട് ഹാവ് യു ലേൺഡ് എന്താണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്? ബിക്കോസ് പ്രൈസ് ഓൺ എ കൺസോളിഡേഷൻ ഫേസ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് മേക്ക് ചെയ്യാതെ മൊമെന്റം ഇല്ലാതെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിന്റെ എന്താണ് മൊമെന്റം, അതിന്റെ മൊമെന്റം ലൂസിംഗ് ആയിട്ട് പോകുന്ന കാണാൻ പറ്റും. അപ്പം നമ്മൾ ഡൗൺ സൈസ് ചെയ്തിട്ട് അടുത്ത സ്ട്രൈക്ക് പ്രൈസിലോട്ട് നോക്കുക. വേറാസ് യു ഹാവ് ടു ലുക്ക് അറ്റ് ദ സ്പ്രെഡ് ഓഫ് ദ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ്. അതിനകത്ത് എത്ര രൂപ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക. 1.5 രൂപ 2 രൂപ വരെ മാക്സിമം, നോ പ്രോബ്ലം. ഓക്കെ, അതാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് മാർക്കറ്റ് ബൈ ഡെപ്ത് എടുത്ത് നോക്കുക, അത് തമ്മിലുള്ള സ്പ്രെഡിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി യുവർ ലോസ്. ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈ ആൻഡ് സെൽ ഈസ് യുവർ ലോസ്. അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേക്ക് മണി വിത്ത് ദോസ് ഡിഫറൻസ്. ഓക്കെ, അപ്പം അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പുട്ട് ഓപ്ഷനും സിമിലർലി ഇങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ Now you got the point of premium activity detailing ഇതിനകത്ത് ഈ സ്ട്രൈക്ക് പ്രൈസ് അപ്സൈസിങ്ങും ഡൗൺ സൈസിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നത്. ബേസ് ഫോർമേഷൻ നമ്മൾ ഈ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ള സെലക്ട് ചെയ്തതിന് ശേഷം കുറേ നേരം മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോഴത്തേനും ഇത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, 700-ൻ്റെ സ്ട്രൈക്ക് പ്രൈസ് മേടിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലൊരു ടാർഗറ്റിലേക്ക് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്ട്രൈക്ക് പ്രൈസ് എക്സിറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് അതിന് ശേഷം താഴോട്ട് പോന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ അതിൻ്റെ മൊമെൻറ്റം പോയി എന്നുള്ളതാണ്. സോ ഇനി ഈ കോൾ ഓപ്ഷൻ നമുക്ക് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡൗൺ സൈസ് ചെയ്തതിന് ശേഷം മാത്രമേ മേടിക്കാവുള്ളൂ. സിമിലർലി ഇൻ ദ കേസ് ഓഫ് പുട്ട് ഓപ്ഷൻ, because you will be keep on shifting the strike prices based on the market movement. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൈസിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല പ്രൈസ് മൂവ്മെൻറ്റിനകത്ത്. സോ you don't need to look at the value of the pricing structure. 700 രൂപ ഭയങ്കര കൂടുതലാണ്, I cannot do this, എനിക്ക് കൂടുതൽ ലോട്ട് സൈസ് മേടിക്കാൻ പറ്റത്തില്ല. doesn't matter. So if you want to be successful enough to be an option buyer, you have to listen to me. Okay, now what I am telling you, 700 രൂപ എന്ന് പറയുന്നത് this is just a number. When the market has a momentum, this will be getting momentum. When the market does not have a momentum, similarly this will also be losing momentum. So it's all about momentum. So momentum ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, മാർക്കറ്റ് ഒരു എത്ര പോയിന്റ് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ മൊമെന്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ I have explained you, and you have to mark your chart subsequently and get to know about the momentum. Got it? So that's all about the momentum of the strike price and the selection of strike price. Now expiry day, trade on the expiry contract. So what I am telling you, expiry day, എല്ലാ കോൺട്രാക്റ്റിനും ഒരു എക്സ്പയറി ഡേ ഉണ്ട്. സോ ദിസ് വിൽ ബി ഓൺ എ തേഴ്സ്ഡേ ആണെന്ന് വിചാരിക്കുക. തേഴ്സ്ഡേ എന്ത് സംഭവിക്കുന്നു, തേഴ്സ്ഡേ നമുക്ക് ഒരു 17-ാം തീയതി ആണെന്ന് വിചാരിക്കുക. സിമിലർലി നമ്മൾ
സിമിലർലി നമ്മൾ ഈ 17-ാം തീയതി വരുന്ന ദിവസം നമ്മൾ ഒരു കാരണവശാലും 17-ാം തീയതിയുടെ കോൺട്രാക്റ്റിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ഡേയുടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് എക്സ്പയറി ഉള്ള സ്ട്രൈക്ക് പ്രൈസ് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം നെക്സ്റ്റ് എക്സ്പയറി എന്ന് പറഞ്ഞാൽ 25-ാം തീയതിയാണെന്ന് വിചാരിക്കുക. സോ 25-ാമത്തെ തീയതിയിലുള്ള എക്സ്പയറിയിലുള്ള ബാങ്ക് നിഫ്റ്റി മാത്രമേ അന്നത്തെ ദിവസം എക്സ്പയറി ഡേയുടെ അന്ന് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെനി പീപ്പിൾ വിൽ ടെൽ യു ഓക്കെ നോ പ്രോബ്ലം, യു ട്രേഡ് ഓൺ ദ സെയിം എക്സ്പയറി സെയിം കോൺട്രാക്ട്. അങ്ങനെ പലരും പല കാര്യങ്ങളും പറഞ്ഞു തരും. ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കൈകൾ ഇഷ്ടം പോലെ സമയം പൊള്ളിയിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ ഐ ആം ടെലിംഗ് യു മൈ എക്സ്പീരിയൻസ്, I am telling you my painful experience to make you understand that you should not do the same mistake what I have done. അത്രയുള്ള കാര്യം. ഓക്കെ, ഞാൻ ചെയ്താക്കുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ ദ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദ മിസ്റ്റേക്സ് ഓഫ് അതേഴ്സ് ബൈ ലുക്കിംഗ് അറ്റ് ദം ഓർ ബൈ ലേണിംഗ് ഫ്രം ദം വിത്തൗട്ട് ബീങ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഓക്കെ, നമ്മൾ എന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മളുടെ മുന്നിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, മനസ്സിലായോ, നിങ്ങൾ ആ സെയിം തെറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടെ പഠിക്കണമെന്നില്ല. അങ്ങനെ അനുഭവത്തിൽ കൂടെ പഠിക്കാതെ മറ്റുള്ള തെറ്റുകൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് യഥാർത്ഥത്തിലെ ഒരു വിന്നർ എന്ന് പറയാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് സംതിങ് അബൌട്ട് ഫിലോസഫി. ഓക്കെ, നൗ ഓൺലി ദിസ് ഈസ് പോസിബിൾ ത്രൂ ദ ട്രേഡിംഗ് channel. That's you are watching Trading Secrets YouTube channel. Okay, now let's come to the point. Okay, the lighter part of the study IP, no problem. Now strike price selection, do's and don'ts. അതാണ് ഇപ്പോൾ പറഞ്ഞത്. എക്സ്പയറി ഡേയിൽ നെക്സ്റ്റ് എക്സ്പയറി കോൺട്രാക്ട് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യണം. വാട്ട് എവർ ബി ദ കോൺട്രാക്ട്, ഇഫ് യു ആർ ട്രേഡിംഗ് ഇൻ സെൻസെക്സ്, ഇഫ് യു ആർ ട്രേഡിംഗ് ഇൻ ഫിൻ നിഫ്റ്റി, ഇഫ് യു ആർ ട്രേഡിംഗ് ഇൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, വാട്ട് എവർ ഇറ്റ് മേ ബി, എവറി കോൺട്രാക്ട് ഹാവ് ആൻ എക്സ്പയറി ഡേറ്റ്. അല്ലേ, എല്ലാ കോൺട്രാക്റ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് കാണും. ആ എക്സ്പയറി ഡേറ്റിൽ നമ്മൾ അതിൽ ട്രേഡ് ചെയ്യാൻ ആ പർട്ടിക്കുലർ ഡേയിൽ, എക്സ്പയറി ഡേ അന്നത്തെ ഡേയിൽ നമ്മൾ നെക്സ്റ്റ് എക്സ്പയറി കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ അവിടെ നോക്കേണ്ടത് ഏതാണ്, ബയറും സെല്ലറും തമ്മിലുള്ള സ്പ്രെഡ് എത്രയാണെന്ന് നോക്കണം. ഇതാണ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോ, അത് കഴിഞ്ഞു. ഇനി അപ്സൈസിങ് ആൻഡ് ഡൗൺ സൈസിങ് സ്ട്രൈക്ക് പ്രൈസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കുറേ നേരം പ്രൈസ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ അപ്സൈസിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ 47,500 ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 725 ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 750 ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 800 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ഫ്രഷ് ആയിട്ടൊരു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എത്രയായി, 700, 100 100 പോയിന്റ് ഇവിടെ നിന്ന് കയറി, 100 പോയിന്റ് കയറുക, അല്ലെങ്കിൽ 150 പോയിന്റിന്റെ ഡിഫറൻസ് ഇവിടെ 850 ആയെന്ന് വിചാരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ 150 പോയിന്റിന്റെ ഡിഫറൻസ് വന്നു. സബ്സിക്വൻറ്റ്ലി യു ആർ ഫൈൻഡിങ് ആൻ ഓപ്പർച്യൂണിറ്റി ഹിയർ. സോ വിച്ച് സ്ട്രൈക്ക് പ്രൈസ് യു വിൽ ബി സെലക്ടിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 47,500 നമുക്കിപ്പം 850 ആയിരുന്നു അല്ലേ, 150 പോയിന്റ് ഓളം ഇവിടെ കറക്ഷണൽ മൂവ് വന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനി ഈ 150 പോയിന്റ് താഴേക്ക് വരുമ്പോഴത്തേനും ഈ സെയിം സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് കറക്ഷണൽ മൂവിന് വേണ്ടി ബൈക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദ സെയിം സ്ട്രൈക്ക് പ്രൈസ്, നോ പ്രോബ്ലം. വേറെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു മൂവ്മെൻറ്റിന്, ഈ ഒരു ലെഗിൻ്റെ 50% കറക്ഷണൽ മൂവ് വരുമ്പോൾ യു സീ ദാറ്റ് 725 ആയിരുന്നു ഇവിടെ വരുമ്പോൾ. പക്ഷേ ഇവിടെ പ്രൈസ് വീണ്ടും വരുമ്പോഴത്തേനും 650 ആണെന്ന് വിചാരിക്കുക. ഇമ്മീഡിയറ്റ്ലി സെലക്ട് എ ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസ്. മനസ്സിലായോ? ബിക്കോസ് ഇറ്റ് ഈസ് ലൂസിങ് ദ മൊമെൻറ്റം. അപ്പോൾ നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസിന് മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. സോ ഷിഫ്റ്റിംഗ് ഓഫ് ദ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്ക് പ്രൈസേ മാത്രം ഇരുന്നുകൊണ്ട് ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം ട്രേഡ് ചെയ്യരുത് എന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീകോഡിംഗ് സീരീസിൻ്റെ, ബിക്കോസ് ഇത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷൻ വാസ് നോട്ട് എ മാർക്കറ്റ് ഡീകോഡിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു ലെസൺ അല്ല. വേറെ സാധനവും നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രം അത് ഇൻക്ലൂഡ് ചെയ്തു. പക്ഷേ എനിക്കൊരു ആഡഡ് അഡ്വാൻറ്റേജും കൂടെ നമ്മുടെ ഈ ലെസൺസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്ത HDFC ബാങ്കിൻ്റെ കൗണ്ടറിൽ ഞാൻ ട്രേഡ് ചെയ്തേക്കുന്ന ട്രേഡ് എടുത്താക്കുന്നത് നിങ്ങൾ ഒത്തിരി പേരും ഈ ട്രേഡ് കണ്ടു കാണും. സോ അവിടെ വെച്ച് ട്രേഡ് കിട്ടിയേക്കുന്ന ഒരു ഫോർമേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡ്രില്ലിംഗ് ഡൗൺ ഇൻ ടു ആൻ എൻട്രി സിനാരിയോ ദാറ്റ് ഓൺലി ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ വിൽ എക്സ്പ്ലെയിൻ യു ആൻഡ് നോബഡി എൽസ് വിൽ ഡു ദിസ് ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ. നൗ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ. എന്താണ് ഇവിടെ സംഭവം? മാർക്കറ്റ് വാസ് ഓൺ എ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ്. സംശയമില്ലല്ലോ, താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എവരിബഡി വിൽ ബി worried about ഇനിയും താഴെ പോകും, എവിടെ താഴെ പോകും, നമ്മൾ വി വിൽ ഡു ദ ട്രേഡിംഗ്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? താഴേക്ക് വരുന്നു. സോ ഇവിടെ ഒരു ലോ ഈസ് ബീങ് ക്രിയേറ്റഡ് അല്ലേ, ഇവിടെ ഒരു ലോ ഈസ് ക്രിയേറ്റഡ് ഫസ്റ്റ്, then a high is created, then a low is taken, then a high is taken അല്ലേ, then price come to mitigate and it went up. Okay, let it go. സംഭവം കിട്ടിയില്ല, എൻട്രി കിട്ടിയില്ല. ഇവിടെ വരുന്ന കഴിഞ്ഞപ്പോൾ നമ്മൾ ആ എൻട്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ again there is another one more opportunity. So again next നമ്മൾ ഇവിടെ നോക്കണം, a low is created, correct, a low is created and ഇവിടെ എഴുതി വെക്കണം. ഓക്കെ, ടൈപ്പ് ചെയ്തേക്കാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ.
ലോ, റൈറ്റ്, ഇവിടെ. ദെൻ ടൈം പോവും, സോറി കേട്ടോ. A low is created and a high is created ഇവിടെ. High. Okay. A low is created, consistent downtrend, a low is created and a high is created, and the low is not taken, but it came nearer to this and it went up and the high is taken and the price is coming down to mitigate and price went up. This is our concept. Correct now? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സംഭവം കിട്ടി. But you need multiple confluences. Otherwise, how can you get into the trade? So for a quality trade setup, like if you want to have a quality trade setup, you should have minimum 5 or 6 or 7 confluences. What are confluences? Mitigations, pullback, fair value gap, little secret, buy on red candle, finding the target, stop loss, aware of team. ഇതെല്ലാമാണ് നമ്മുടെ confluence അല്ല. These are the things that you have to focus on. So market on a consistent downtrend, creating a low and a high, and high is taken, low is taken, high is taken. So what is the meaning? This is a low and this is a high, and the low is not taken but taken, we are considering. Okay, now it is low is taken and the high is taken, price is coming down to mitigate and price went up. But this is our ultimate, our song, right? Now what is this? ഇനി ഇവിടെ ഒന്ന് നോക്കുമ്പോഴത്തേനും a law is created, correct? No. അപ്പോൾ law is created എന്ന് പറയുമ്പോഴത്തേന് you will not get the perfect 100% price action with the low is created and the high is created. Okay, sometimes market will fool you and it will not give you an opportunity. So you have to be very, very tricky enough to find the opportunity. How to find this? A law is created, consider the body, correct? Consider the body. Now low is created and a high is created, consider the body. If you are considering body, both places you consider the body. Many of the time അങ്ങനെ വരണമെന്നില്ല, ബട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ യു കൺസിഡർ ദ ബോഡി ആസ് വെൽ ആസ് ഓൾസോ യു കൺസിഡർ ദ വിക്സ് ഓൾസോ. രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാമല്ലോ, നമ്മളിരുന്ന് ചുമ്മാ ചിന്തിച്ചാൽ പോരെ, വേറെ ഒന്നും പ്രശ്നമില്ലല്ലോ. സോ ഇവിടെ വരുന്നു ലോ ഇസ്. നൗ ഇൻ ദിസ് കേസ്, കൺസിഡറിംഗ് ദ ബോഡി, ഡിഡ് ദിസ് മൂവ്മെന്റ് ടേക്ക് ദ ലോ ഓഫ് ദ ലോ? യെസ്, ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ലോ and the low is taken and price went up, right? Price went up. While the price is going, price went up, and what is your previous area? This is your previous area, right? This is your previous area, right? So this is your previous area. So did the price come back to mitigate the previous area 50% or not? Yes or not? Yes, right? It came to mitigate the price in the 50%. Okay, now let it be here. അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. So now ഇവിടെ നമ്മൾ നോക്കുന്നതന്നെ പ്രൈസ് മിറ്റിഗേഷൻ 50% of the previous area done. Yes, confluence number 1. Now second one, while the price was going up on a momentum, so did it create a pullback candle or not? Yes. Is this a pullback candle? No. Why? Because this movement ഇതിന്റെ മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് അടുത്ത പുൾ ബാക്ക് വരുന്നത്. ഇഫ് യു ഡോണ്ട് നോ ദ പുൾ ബാക്ക്, you have to go back to the lesson, study the pullback from 1 to 6. Pullback 1, 2, 3, 4, 5, 6. Okay, now I have clearly explained to you the pullback scenarios. If you are not able to find it, it's a big problem and you will not find the trading opportunity and you will make mistakes in trading. Okay, now let's come back to the pullback or not. This is not a pullback, but the candle is a type of pullback. Why? Because it has swept the low of the previous candle. Alle ee previous candle low ഇവിടെ already എടുത്തല്ലോ. So you consider that it's a type of pullback and it's a minor pullback. Okay, it's a minor in terms of നമ്മൾ അതിന്റെ ശക്തി നോക്കുമ്പോൾ ഒരു 100 മാർക്കിൽ എത്ര കൊടുക്കാൻ പറ്റും? 50 മാർക്ക് കൊടുത്തു. It's a type of pullback on a gun. Why? Because the momentum of the movement is very high. That's why. Okay, now when you find a pullback candle, what I have explained to you in the momentum strategy, so these are all linking or not? Momentum strategy, where is the momentum strategy? ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, അത് കണ്ടുപിടിച്ചാണേ. അപ്പോൾ momentum strategy എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. Go back to the lesson and find the momentum strategy. Okay, then what you have to do? Their momentum strategy എന്താണ്? When a pullback candle is created, price will come back and sweep below the pullback candle and price will reject direction is upside. That is what the momentum strategy is all about. Okay, now I'm not going to bore you with those momentum strategies. So price is coming back, pulling back, going upside, right? അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. So why there is a price is coming back here? Because there is a fair value gap. What is fair value gap? Fair value gap is this and this mitigational movement, fair value gap. Okay, now did the market come and mitigate the fair value gap? Yes or no? Yes. So what is your pullback candle is being taken or not? Yes. So this is a 50% pullback candle. So 1, 2, and the price manipulation is taken, completed or not? Yes. But on a lower side, VIX completed, not completed. So ഇതിന് എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? 100 മാർക്കിൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? You can put a 70% mark for this, right? Because on the body side it's already taken. So 70% മാർക്ക് കൊടുക്കും. പോട്ടെ, ഇത് നമുക്ക് ഇവിടെ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞത് എത്ര മാർക്കാണ്? 50 മാർക്ക് കൊടുത്തു അവിടെ. ഓക്കെ, അപ്പം ഇത്രയും കൺഫർമേഷൻ കിട്ടി. നൗ വാട്ട് യു ഹാവ് ഡൺ, ഇവിടെ പ്രീവിയസ് ഏരിയയുടെ 50%
What is this? Previous area 50% price mitigate ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. So all the confluences at a single go is repeating here or not? Yes. So when the price is coming down, it is not a ലോകാവസാനം. On a lighter part of the joke, I am telling you all this because sometimes നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പടം ടെൻഷൻ ആയി. ആ സമയത്ത് നിങ്ങൾ ഇത് ഓർത്താൽ മതി. അപ്പോൾ യു ക്യാൻ ദിസ് ഇസ് നോട്ട് എ ലോകാവസാനം ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങോട്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പം യു ആർ ഫൈൻഡിങ് ദാറ്റ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. സോ യു ടേക്ക് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് വെയർ ഇസ് യുവർ സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് ആണ് വലിയ പ്രോബ്ലം എല്ലാവർക്കും. ഓക്കെ, നൗ യു വിൽ പ്ലേസ് യുവർ ടെക്നിക്കലി യു ഹാവ് ടു പ്ലേസ് യുവർ സ്റ്റോപ്പ് ലോസ് ബിലോ ദ മിറ്റിഗേറ്റ്. സോ ബിലോ ദ യു ഹാവ് ടു പ്ലേസ് ദ സ്റ്റോപ്പ് ലോസ് ബിലോ ദ എന്താണ്? This is your stop loss line below the price manipulation area. That is your technical stop loss, but you will not play with the big amount. Why should we do that? Okay, now your entry is here. Almost here red candle ഇവിടെ mitigation വരുമ്പോഴത്തേനും നമ്മൾ you will take an entry on a buy on a red candle. Okay, red candle. So your entry is here. What is your stop loss point? ₹2.65. I don't want to risk this much. Okay, now what I will do, immediately below this candle I will have a stop loss in my mind and I will wait. If it is getting momentum, I will wait. If it is not getting momentum, I don't want this trade. I will exit it. Finish. This is the way I will manipulate the trading psychology. You got the point? So ഇങ്ങനെ വേണം നമ്മൾ സീറോ റിസ്കിൽ വേണം എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സീറോ റിസ്ക് ട്രേഡ് മേ ബി യു വിൽ ലൂസ് 1 or 2 opportunity. Doesn't matter. You will have another setup. Why to hurry and worry? How? If you worry and hurry, what will happen? You will make your life miserable. That's again another part of trading psychology. Okay, I'll come to that. Now let's see. ഇവിടെ നമ്മൾ എന്തെല്ലാം കോൺഫ്ലുവൻസ് ആണ് നമ്മളിവിടെ കണ്ടത്. സോ ലാസ്റ്റ് ബൈയിങ് അത് പറഞ്ഞില്ല. സോ വാട്ട് ഈസ് ദിസ് അബൌട്ട് ഓൾ ദിസ് ഐഡിയ അബൌട്ട് ദിസ് വൺ? സോ വാട്ട് വാസ് ദ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ? ദിസ് വാസ് ദ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ. ആൻഡ് ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഈസ് ദ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ, ദെൻ യു ഹാവ് ടു ഗോ ടു ദ ലെസൺ. ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിലിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ. സോ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ കംപ്ലീറ്റ്ലി ടേക്കൺ ഓർ നോട്ട്? സോ അതും എടുത്തു. സോ വാട്ട് ഈസ് ദ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ? ഓൾറെഡി സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് ഫോർമേഷൻ സപ്പോർട്ട് ഈസ് ബീങ് ഫോംഡ്. ഇവിടെ സപ്പോർട്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇവിടെ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ 1, ദെൻ പ്രൈസ് മിറ്റിഗേഷൻ ഓഫ് ദ പ്രീവിയസ് ഏരിയ 2, പുൾ ബാക്ക് ഓൺ എ റൈസിംഗ് ട്രെൻഡ് 50% മാർക്ക് ഇത് 3, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോംഡ് ഇൻ ദ PB റൈസിംഗ് 4, ആൻഡ് ലിറ്റിൽ സീക്രട്ട് ദ പ്രൈസ് മാനിപ്പുലേഷൻ 5, ആൻഡ് ബൈ ഓൺ എ റെഡ് ക്യാൻഡിൽ, എൻട്രി കറക്റ്റ്ലി എക്സിക്യൂട്ടഡ് ഓർ നോട്ട് 6, ആൻഡ് ഫൈൻഡിങ് ടാർഗറ്റ് ഓൺ അത് ഞാൻ പറഞ്ഞില്ല. Finding target here on 7 and stop loss below this 8. Now what is about finding target on this? Okay, finding target also problem. So once a mitigational movement is happening, this is a pullback candle, right? One. Now second one, this was a pullback area. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പുൾ ബാക്കും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരും അവരവന് ഇഷ്ടപ്പെട്ട രീതിയിൽ പുൾ ബാക്ക് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. മൈ സെറ്റപ്പ് വിൽ നോട്ട് വർക്ക്. യു ഹാവ് ടു ഫോക്കസ് ഓൺ മൈ സെറ്റപ്പ്. You have to watch the video 10 times, then only you will understand what is pullback. Otherwise it's waste of time. You are spending your quality time for nothing. Okay, now this is a pullback candle. So this was a what type of pullback is this was? This was a pullback. You would throw box okay, this was a pullback area. So 2 pullbacks were on a similar side. So you will place your stop loss here, target here. So കോൺഫ്ലുവൻസസ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് വൺ സെറ്റപ്പ്. നൗ വാട്ട് അബൌട്ട് ഇതൊരു ആക്ച്വൽ ട്രേഡ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡാണ്. ഇതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്? ഓൺ എ സിമ്പിൾ ചാർട്ട് യു ആർ ലുക്കിംഗ് അറ്റ് ദ ഓപ്പർച്യൂണിറ്റി. നോ നീഡ് ഓഫ് എനി ഇൻഡിക്കേറ്റേഴ്സ്. ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ക്യാൻഡിൽ സ്റ്റിക്സ്, ദ മൂവ്മെന്റ് ഓഫ് ദ ക്യാൻഡിൽ സ്റ്റിക്സ്. ഹൂ വിൽ എക്സ്പ്ലെയിൻ യു ഓൾ ദീസ് തിങ്സ്? Nobody can explain you all these things without Trading Secrets YouTube channel. ലോകത്തിൽ ആരും ഇങ്ങനത്തെ എക്സ്പ്ലെയിൻ സെനാരിയോ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ തന്നെ ട്രേഡിംഗ് കൂടെ ട്രേഡ് ചെയ്ത് 10-22 വർഷം കൊണ്ട് കണ്ടുപിടിച്ചേക്കുന്ന സംഭവമാണിത്. സോ only that's the advantage that you are being a part of Trading Secrets YouTube channel. And one more entry was there. ഇവിടെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിക്കകത്തുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി 30-45 മിനിറ്റ് ആയി. സോ ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഐ വിൽ എക്സ്പ്ലെയിൻ അനദർ ട്രേഡ് സെറ്റപ്പ് ഇൻ അനദർ വീഡിയോ. ആൻഡ് എന്നാണ് ഈ ട്രേഡ് നടത്തിയേക്കുന്നത്? 18 ജനുവരി. ഇതുണ്ട് താഴെ ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് വരുന്നുണ്ട്. 18 ജനുവരി 2024 എന്നാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. 18 ജനുവരി 2024 സെയിം ഡേ ആഫ്റ്റർ ദ ട്രേഡ്. സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ഓൺ എ ലൈവ് ചാർട്ട്, ഓൺ എ കറണ്ട് ഡേ, നോട്ട് ഓൺ ദ പ്രീവിയസ് ഡേ. എല്ലാവരും ചെയ്യുന്നത് എന്താണ്? പ്രീവിയസ് ഡേയിലേക്ക് ചാർട്ട് പുറകോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയിട്ട് അവിടെ പോയി ട്രേഡ് സെറ്റപ്പ് പണ്ടിങ്ങനെ എങ്ങാണ്ട് ഒരു സംഭവം സംഭവിച്ചായിരുന്നു. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബട്ട് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ വിൽ നെവർ ഷോ യു ദാറ്റ്. ഐ വിൽ ഷോ യു ഓൺലി ഓൺ ദ ലൈവ് ചാർട്ട്. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നമ്മൾ സഞ്ചരിക്കുന്നത് ആരും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടെ. ആൻഡ് താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു.
കഴിഞ്ഞ വീഡിയോയ്ക്ക് 200ഓളം കമൻറ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. 250 കമൻറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. എങ്കിലും ഞങ്ങൾ എല്ലാവരും ഒത്തിരിയധികം ഡീറ്റെയിൽഡ് കമൻറ്റ് ആയിട്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ ഗോഡ് ബ്ലെസ് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.